Good morning, dear students. Last class we have discussed about what are the introduction of Green's function, and we know that Green's function are mainly used to solve partial differential equation and also differential equation. And in the case of partial differential equation, we have studied about partial differential equation, and first of all we can see that homogeneous partial differential equation can be solved by using variable separable method. Then what will be the solution to find the if the equation is non-homogeneous, what will be the solution of partial differential equation? Then we will see that is the by using Green's function we can solve the partial differential equation of non-homogeneous equation. And we have studied two important properties. First one is it is continuous. Green's function is continuous and the derivative of the Green's function is discontinuous. Okay. Then next is important one, and that one is used to solve Poisson's equation and scattering problem. Then this is the symmetric properties of Green's function. What are the symmetric properties of Green function? Okay. Then here we consider if there are two variables, R1 and R2, then the symmetry property of Green's function states that g of R1 R2 equal to g of R2 R1. സിമ്പിൾ ഇക്വേഷനാണ് അല്ലേ? എന്താണ്? ജി ഓഫ് R1 R2 ഈക്വൽ ടു ജി ഓഫ് R2 R1. അപ്പോൾ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഇക്വേഷനാണിത് അല്ലേ? ഗ്രീൻസ് ഫംഗ്ഷൻ്റെ സിമെട്രി പ്രോപ്പർട്ടി എന്താണ്? ജി ഓഫ് R1 R2 ഈക്വൽ ടു ജി ഓഫ് R2 R1. നമുക്കറിയാം അല്ലേ? സിമെട്രി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെയാണ് ജിയോ അന്ന് പറഞ്ഞതുപോലെ. അതുപോലെയല്ല, എന്നാലും നമുക്ക് ആ ഒരു രീതി പറയുവാണെങ്കിൽ ജി ഓഫ് R1 R2 ഈക്വൽ ടു ജി ഓഫ് R2 R1. ഓക്കെ. ദെൻ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ കാണുന്നത്. വി നോ ദാറ്റ് L of g of x, we know that L of g of xt equal to എന്താണ്? മൈനസ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ടി. ലാസ്റ്റ് ക്ലാസ് നമ്മൾ കണ്ടതാണ് അല്ലേ? വാട്ട് ഈസ് എൽ? എൽ ഈസ് എ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. ആൻഡ് ഹിയർ ദ ഡയമെൻഷൻ ഈസ് ഇത് വൺ ഡയമെൻഷണൽ കേസിലായിരുന്നു നമ്മളത് ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി ഒരു 3 ഡയമെൻഷണൽ കേസിലാവുമ്പോൾ നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഇൻറ്റു ഡെൽ പ്ലസ് ലാംഡ ക്യൂ ഓഫ് ആർ എന്ന് നമുക്കത് എഴുതാൻ പറ്റും. ഓക്കെ. ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ഓഫ് R1 ആണ് നമ്മുടെ കേസിൽ പോയിൻ്റ് സോഴ്സായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു 3 ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പോയിൻ്റ് സോഴ്സ് അറ്റ് R1. ഓക്കെ. പോയിൻ്റ് സോഴ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് നമ്മുടെ പോയിൻ്റ് സോഴ്സ് എങ്കിൽ ഇത് R1 ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ആർ R1 പ്ലസ് ലാംഡ ക്യൂ ആർ ജി ആർ R1 ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ മൈനസ് R1 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ ജി ആർ R2 സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ വിത്ത് പോയിൻ്റ് സോഴ്സ് R2. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ R2 വെച്ചുകൊണ്ട് പോയിൻ്റ് സോഴ്സ് അറ്റ് R2, സോഴ്സ് പോയിൻ്റ് അറ്റ് R2 എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും?
എന്ത് വ്യത്യാസം വരുന്നുള്ളൂ? ഈ R1 ഇൻസ്റ്റെഡ് ഓഫ് R1 നമ്മൾ R2 യൂസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് വരും? ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ഓഫ് ആർ R2 പ്ലസ് ലാംഡ ക്യൂ ഓഫ് ആർ ജി ആർ R2 ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് ആർ മൈനസ് R2 മൈനസ് ഡെൽറ്റ ഓഫ് ആർ മൈനസ് R2. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ എന്തിൻ്റെ കുറവുണ്ട്? ജി ഓഫ് ആർ R2 ഇല്ല അല്ലേ? ഈ ഇക്വേഷനിൽ എന്തില്ല? ജി ഓഫ് ആർ R1 ഇല്ല. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ജി ഓഫ് ആർ R1 ഈക്വൽ ടു ജി ഓഫ് R1 R2 ഈക്വൽ ടു ജി ഓഫ് R2 R1. അപ്പോൾ R2 R1ഉം ജിയിലേക്ക് കയറി വരണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ജി ഓഫ് R2 വെച്ചും ഇക്വേഷൻ 3യെ നമ്മൾ എന്ത് ചെയ്യണം? ജി ഓഫ് R1 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് രണ്ടും കൂടി സബ്ട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ സ്റ്റെപ്പാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ഇക്വേഷൻ 2 ബൈ ജി ഓഫ് R2 ആൻഡ് ഇക്വേഷൻ 3 ബൈ ജി ഓഫ് R1 അതിൻ്റെ സബ്ട്രാക്റ്റിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി ഓഫ് R1 അവിടം വരെ എന്തായിരുന്നു? അപ്പോൾ എന്ത് വരും? ഇനി ജി R2 പ്ലസ് ലാംഡ ക്യൂ ഓഫ് ആർ ജി ഓഫ് R1 ജി ഓഫ് R2 ഈക്വൽ ടു എന്ത് വരും? മൈനസ് മൈനസ് ഡെൽറ്റ ഓഫ് ആർ മൈനസ് R1 ജി ഓഫ് R2. സിമിലർലി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ഡെൽ ഡോട്ട് പി ഓഫ് ആർ ഡെൽ ജി R2 ജി R2 പ്ലസ് ലാംഡ ക്യൂ ഓഫ് ആർ ജി R2 ജി R1 ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഓഫ് ആർ മൈനസ് R2 ജി ഓഫ് R1 എന്നെഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? 4ഉം 5ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പം ഈ ടേമും സെയിം ആയതുകൊണ്ട് ഇവിടെ എന്ത് വരുള്ളൂ? 0 വരുള്ളൂ. പിന്നെ ഇത് രണ്ടും കൂടെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പം ഈ ടേമിനെ ആദ്യം കൊണ്ടുവന്ന് വെക്കാം അല്ലേ? കാരണം എന്താ? ഇത് ജി ഓഫ് R2 ആണ്. അത് നമുക്ക് ഫസ്റ്റിൽ എഴുതാം. ജി ഓഫ് R2 ഡെൽ ഓഫ് പി ഓഫ് ആർ ജി ഓഫ് R1 മൈനസ് ജി ഓഫ് R1 ഡെൽ ഡോട്ട് പി ഓഫ് ആർ ജി R2 ഈക്വൽ ടു ജി ഓഫ് R1 ഡെൽറ്റ ഓഫ് ആർ മൈനസ് R2 മൈനസ് ജി ഓഫ് R2 ഡെൽറ്റ ഓഫ് ആർ മൈനസ് R2. ഓക്കെ, then integrate the whole equation over the volume അല്ലേ? നമുക്കതിന് വോളിയം വെച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. then the volume integral എന്ത് വരും? ജി ഓഫ് R2 ഡെൽ ഡോട്ട് പി ഓഫ് ആർ ജി ഓഫ് R1 മൈനസ് ജി ഓഫ് R1 ഡെൽ ഡോട്ട് പി ഓഫ് ആർ ജി ഓഫ് R2 ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ എന്ത് വരും? ഡിറ്റോ ഈക്വൽ ടു റൈറ്റ് സൈഡിലും വേണം വോളിയം ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് R1 ഡെൽറ്റ ഓഫ് ആർ മൈനസ് R2 മൈനസ് ജി ഓഫ് R2 ഡെൽറ്റ ഓഫ് ആർ മൈനസ് R1 എന്ത് വരും? ഡിറ്റോ എന്ന് വരും. നമുക്കിത് വോളിയം ഇൻ്റഗ്രലിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സർഫസ് ഇൻ്റഗ്രൽ ബൈ യൂസിങ് സ്റ്റോക്സ് തിയറം. അതിന് വേറൊരു പേരാണ് ഗ്രീൻസ് തിയറം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിനെ ഗ്രീൻസ് തിയറം പ്രകാരം വോളിയം ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കാൻ വേണ്ടി ഇവിടെ ഡെൽ സ്ക്വയർ ഉണ്ട്, അതിന് ഡെൽ ആക്കിയാൽ മതി അല്ലേ? എന്നിട്ട് ഡി എസ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? അപ്പോൾ എന്ത് വരും? ഈ ഡെൽ ഡോട്ട് അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എന്ത് വരും? സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് R2 പിന്നെന്ത്? ഡെൽ ഡോട്ട് പോയി, പിന്നെ എന്ത് വരുള്ളൂ? പി ഓഫ് ആർ ഡെൽ ഓഫ് ജി R1 മൈനസ് ജി ഓഫ് R1 പി ഓഫ് ആർ ഡെൽ ജി ഓഫ് R1 ഇൻറ്റു ഡി എസ് ഈക്വൽ ടു ജി ഓഫ് R2 R1 മൈനസ് ജി ഓഫ് R1 R2. ഇനി എന്താണ്? നമുക്കറിയാം ബൗണ്ടറി കണ്ടീഷൻ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് 1 ഡയമെൻഷൻ്റെ കേസിൽ എന്താണ്? ഗ്രീൻസ് ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ എന്താ വരുള്ളൂ? ജി ഓഫ് R1ഉം ജി ഓഫ് R2 ജി ഓഫ് R1 എന്ന് പറഞ്ഞാൽ എന്താ?
സെയിം ആയിട്ടേ വരുള്ളൂ. അപ്പോൾ എന്ത് വരും? ഇത് സെയിം ആയതുകൊണ്ട് അല്ലേ അത് 0 ആവും. അതുപോലെ എന്താണ് നോർമൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ ഈസ് ഡിസ്കണ്ടിന്യൂസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ദെൻ ദിസ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് ബിക്കം ഈക്വൽ ടു 0. ലെഫ്റ്റ് സൈഡ് എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ? റൈറ്റ് സൈഡിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ അല്ലേ. റൈറ്റ് സൈഡിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് g(r2)(r1) മൈനസ് g(r)(r2) ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഇത് 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് സിമെട്രി പ്രോപ്പർട്ടി എന്താ പറയുന്നത്? നോർമൽ ഡെറിവേറ്റീവ് വാനിഷസ് ഓവർ ദി സർഫസസ്, ദാറ്റ് ഈസ് LHS ഈസ് 0 ആൻഡ് വി ഗെറ്റ് g(r)(r2) ഈക്വൽ ടു g(r2)(r1) r1(r2) ഈക്വൽ ടു g(r1)(r2) ഈക്വൽ ടു g(r2)(r1), thereby showing Green's function is symmetric. എന്താ പറയുന്നത്? ഗ്രീൻസ് ഫങ്ഷൻ ഈസ് സിമെട്രിക്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഗ്രീൻസ് ഫങ്ഷൻ നമുക്ക് സിമെട്രി ആയിട്ട് കിട്ടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ പ്രൂഫ്. സിമെട്രി പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രീൻ ഫങ്ഷൻ പാർട്ട് ബിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. അതിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാനിപ്പുലേഷൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റഡി വെൽ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പോയിസൺസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം പോയിസൺ ഇക്വേഷൻ ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഇക്വേഷൻ. സോ വി ക്യാൻ സോൾവ് only by using this Green's function. Okay, thank you.